الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار ما شاء الله كان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഈ ലോകം മാത്സര്യത്തിന്റെ ലോകമാണ്. ആളുകൾ ഈ ലോകത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയത്തിലായിരുന്നാലും എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാൾ മികവുറ്റ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നമ്മുടെ സഹോദരിമാർ മത്സരിക്കുന്നു. എല്ലാവരും ധരിക്കുന്നതിനേക്കാൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആണും പെണ്ണും മത്സരിക്കുന്നു. വീടുണ്ടാക്കുമ്പോൾ തൊട്ടടുത്തുള്ളവരെക്കാൾ മുന്തിയ വീടും മുന്തിയ ഉപകരണങ്ങളും അതിന്റെ എല്ലാ മെറ്റീരിയലും ഏറ്റവും ഉന്നതവുമാകണമെന്ന് കരുതി ആളുകൾ മത്സരിക്കുകയാണ്. മക്കളുടെ പഠനത്തിൽ പോലും ഭയങ്കരമായ മത്സരത്തിലാണ് മനുഷ്യൻ. ഈ മത്സരം ഒരിക്കലും ഒരാളും ഈ മത്സരങ്ങളിൽ വിജയിക്കുകയില്ല. സമ്പൂർണമായ പരാജയമാണ് ഈ മത്സരത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുക. നിരാശയും പ്രയാസവും വരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളോട് മത്സരിക്കാൻ പറഞ്ഞത്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കാൻ പറഞ്ഞത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തിന് വേണ്ടി മത്സരിക്കുക. എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അള്ളാഹുമായി അടുക്കാനുള്ള ഒരു മത്സരം. എന്റെ തൊട്ട അയൽവക്കത്തുള്ള ആളുകളെക്കാൾ അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്നത് ഞാനാണ്, എന്റെ കുടുംബമാണ് എന്ന് പറയാനുള്ള ഒരു മാത്സര്യ ബുദ്ധി ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് അവന്റെ ജീവിതം സഫലമാകുന്നത്. അല്ലാതിരുന്നാൽ ഈ കപട ലോകത്ത്, ഈ വഞ്ചിക്കപ്പെടുന്ന ചരക്കുകൾ കയറ്റിയ ഈ ലോകത്ത് ഒരു വഞ്ചനാ ചരക്കായി ഞാനും നിങ്ങളും ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. അതിനേക്കാൾ വലിയൊരു നഷ്ടം
നമുക്ക് സംഭവിക്കാനില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സത്യവിശ്വാസിയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളിൽ മത്സരിക്കാനല്ല. കച്ചവടത്തിലായിരുന്നാലും വ്യവസായങ്ങളിലായിരുന്നാലും എന്തെന്ത് വിഷയം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും മനുഷ്യൻ ഇവിടെ പരസ്പരം മത്സരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരും തോൽക്കാൻ ഇഷ്ടപ്പെടുന്നവരില്ല. ഒരു സംസാരത്തിൽ പോലും തോറ്റുകൊടുക്കാൻ തയ്യാറില്ല. വളരെ വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെ? സത്യത്തിൽ വിജയം, അതിലൊക്കെ നിങ്ങൾ വിജയിച്ചാൽ അത് അവസാനമായി നിങ്ങൾക്ക് അധികമായ പരാജയം നൽകും, തിരിച്ചു നൽകും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. അള്ളാഹു മനുഷ്യന് ഭൂമിയിൽ ജീവിതവും മരണവും സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. രണ്ടും സൃഷ്ടിച്ചത് അല്ലാഹു. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, അതിനിടയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആരാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മത്സരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചതിനാ. പക്ഷെ നമ്മൾ അതിലേക്ക് ഒരു അണു അളവ് പോലും ശ്രദ്ധിക്കാറില്ല, മരിക്കും വരെ. എന്നാൽ അങ്ങനെ അള്ളാഹു പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാത്ത, അതിനെ അവഗണിച്ച് തള്ളുന്ന, അള്ളാഹുവിന്റെ ദീനിനെയും വിശുദ്ധ ഖുർആനെയും ഇസ്ലാമിനെയും പ്രവാചകനെയും മുഅ്മിനുകളെയും ഇസ്ലാമിന്റെ ആസാറുകളെയും ഒക്കെ പുച്ഛിച്ചു തള്ളുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന പരീക്ഷണത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. സൂറത്ത് അൻആമിൽ അല്ലാഹു ഇങ്ങനെ വിശദീകരിക്കുകയാണ്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, തീർച്ചയായും മുഹമ്മദേ നിനക്ക് മുമ്പ് ഒരുപാട് സമൂഹങ്ങളിലേക്ക് നാം അള്ളാഹുവിന്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ആ ദൂതന്മാർ അവരെ നേരായ വഴിയിലേക്ക് ക്ഷണിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും, എന്നിട്ട് ആ ബോധ്യപ്പെടുത്തിയ കാര്യത്തിൽ ഒരു അംശം പോലും എടുക്കാൻ തയ്യാറില്ലാതെ അള്ളാഹുവിനെ പുറംതിരിഞ്ഞു നിന്ന് തുപ്പിയ കുറെ ആളുകൾ മുൻകാലത്തുണ്ടായിട്ടുണ്ട് മുഹമ്മദേ. അവർക്ക് ഇസ്ലാമും പ്രശ്നമല്ല, മതനിയമങ്ങൾ പ്രശ്നമല്ല, അവർക്ക് എപ്പോഴും ജീവിക്കണം, സുഖിക്കണം എന്നുള്ള ഒരു ബോധം മാത്രമേ, അല്ലാതെ ജീവിതത്തിന്റെ ലക്ഷ്യം ഏറ്റവും നല്ല സൽക്കർമ്മം നിരതമായി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്ന നിലക്ക് മത്സരിക്കാനല്ല. എല്ലാ വിഷയത്തിലും തന്റെ മകനൊന്ന് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ അതിന്റെ പേരിൽ പുളകം കൊള്ളുന്നു മാപ്പിള. എവിടെയെങ്കിലും ഒരു എൻട്രൻസിനോ, മെഡിക്കൽ എൻട്രൻസിനോ എഞ്ചിനീയറിംഗ് എൻട്രൻസിനോ കുട്ടിക്ക് കിട്ടുമ്പോഴേക്കും ആനന്ദ പുളകിതരാകുകയാണ് നമ്മുടെ രക്ഷിതാക്കൾ, അല്ലേ? അല്ലാഹ് പറയാ, ഇങ്ങനെ ആനന്ദ പുളകിതരായി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ വിലയില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു പ്രവാചകന്മാരയച്ചു. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ, അവർക്ക് നിരവധി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണികളും രോഗങ്ങളും അനവധി മാനസികമായ സംഘർഷങ്ങളും അള്ളാഹു അവർക്ക് കൊടുത്തു. അത്തരം ആളുകൾക്ക് അല്ലാഹ് പറയാ, മുൻകാലത്തുണ്ടായിരുന്ന സമൂഹത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പുല്ലുവില കൽപ്പിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്തു കൊടുത്തു? പരീക്ഷണങ്ങളുടെ ഒരു ഘോഷയാത്ര. ഒരുപാട് പട്ടിണി, ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് മാനസിക സംഘർഷാവസ്ഥകൾ, പ്രതീക്ഷിക്കുന്നത് കിട്ടാത്ത പ്രയാസം, മഴയില്ലാത്ത പ്രയാസം, മക്കളില്ലാത്ത പ്രയാസം, മക്കൾ ഉള്ളവരെ കൊണ്ടുള്ള അപകടങ്ങൾ, മാനസികമായിട്ടുള്ള തകർപ്പൻ പ്രയാസങ്ങൾ അള്ളാഹു കൊടുത്തു. എന്തിനാണെന്നറിയോ? ഇങ്ങനെ കൊടുത്തതിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് സൂറത്ത് അൻആമിൽ, ലഅല്ലഹും യതളറഊൻ, അവരതിൽ നിന്ന് പാഠം പഠിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ. അങ്ങനെ ഇപ്പൊ നമുക്കൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെ? ഇപ്പം അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് എന്തിനാണെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? ഒന്നുകിൽ അള്ളാഹു നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, നിങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ മാറി നിന്നുകൊണ്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടുവരും. അതുമായി ദൂതന്മാർ, മലക്കുകൾ വരും. ഒരുപാട് മലക്കുകൾ പലതരം പ്രയാസേറ്റ്
മാനസിക പ്രയാസം. എന്തായിരുന്നാലും ഒരു സമാധാനം സന്തോഷം ഒന്നും ഈ ഭൂമുഖത്തുനിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. പക്ഷേ ബർക്കത്തുള്ളൊരു ജീവിതം ഒരു മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ഒരാൾക്ക് കിട്ടും, സംശയമില്ല കേട്ടോ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫലൗലാ ഇദ് ജാഅഹും ബഅ്സുനാ തളറൗ, നമ്മുടെ ശിക്ഷകളും പരീക്ഷണങ്ങളും ആ സമൂഹത്തിന്റെ നേരെ വന്നിട്ടും എന്തുകൊണ്ട് അവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചില്ല? നമുക്കൊക്കെ ചില പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആനിൽ അതും പറഞ്ഞിട്ടുണ്ട്. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു ഓരത്ത് വെച്ച്, കൽബിന്റെ ഒരു ഓരത്ത് മാത്രം അള്ളാഹുവിനെ മനസ്സിൽ കയറ്റിയ ആളുകൾ, അവർക്ക് വല്ല ആപത്തുകളും വരുമ്പോൾ അവർ മുഖം കുത്തി കരയാൻ തുടങ്ങും. കരയും അല്ലെ? സങ്കടം കൊണ്ട് കയ്യും കാലും ഒക്കെ കുഴയുന്നു അറിയും അല്ലെ? സന്തോഷം വന്നാലോ ആ ദുഃഖമൊക്കെ അങ്ങോട്ട് പോയി കുറച്ചിങ്ങോട്ട് സന്തോഷം വന്നാലോ നിങ്ങളുടെ അവസ്ഥ എന്താവും? നമ്മൾ സാധാരണഗതിയിൽ എന്താ ആവല്? വഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഖദറ അലൈഹി റിസ്ഖഹു, അതാത് നേരത്തെ ഭക്ഷണത്തിന് പോലും ഓരോ സമയത്തും ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് അള്ളാഹു പരീക്ഷിച്ചതെങ്കിൽ എന്താവും? അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കും. തന്നാലോ വീണ്ടും പിരിഞ്ഞു പോവും. ആണല്ലേ? അപ്പൊ ഇതെന്തിനായി അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഉറച്ചു നിൽക്കണമെന്നുണ്ട്. അതിന് നിനക്ക് ചില പരീക്ഷണങ്ങൾ തരും, ചില രോഗങ്ങൾ തരും. എന്നിട്ട് നീ അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ചും നിന്റെ ദൗർബല്യത്തെക്കുറിച്ചും നീ ചിന്തിക്കാൻ വേണ്ടി. മനുഷ്യർക്ക് ദൗർബല്യങ്ങൾ ഏറെയാണ്, ഒരുപാട് ദൗർബല്യ. ഒരു ചെറിയ നിസ്സാരമായ രോഗം മതി അസ്വസ്ഥനാവാൻ അല്ലേ? ഒരു ചെറിയ കച്ചവടത്തിൽ ചെറിയ നഷ്ടം സംഭവിച്ചാൽ മതി അസ്വസ്ഥനാവാൻ. ഒരുപാട് കിട്ടിയപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് അള്ളാഹു തന്നതെന്നോ, ഇതെന്തിനു വേണ്ടിയാണ് അള്ളാഹു തരാതെ എടുത്തു കളഞ്ഞതെന്നോ ചിന്തിച്ചില്ല. യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ നേരെ അള്ളാഹു പരീക്ഷണങ്ങളുമായി വരും. എന്തിനറിയോ? നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട്, നിങ്ങളിൽ നിന്ന് വന്നുപോയ ചെറിയ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി അള്ളാഹു ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ചില രോഗങ്ങൾ അങ്ങനെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കും. അസ്വസ്ഥരാകാതെ, ഇത് അള്ളാഹുവിന്റെ ഖദറാണ്, ഇന്ന ദാലിക ഫീ കിതാബ്, ഇത് അള്ളാഹുവിന്റെ രേഖയിലുള്ളതാണ്. എനിക്ക് ഈ രോഗം വരേണ്ടത്, എന്റെ മക്കൾക്ക് ഈ അവസ്ഥ ഉണ്ടാവേണ്ടത്, എന്റെ ഭാര്യയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാവേണ്ടത്, എന്റെ ജ്യേഷ്ഠന് അനുജൻ എന്റെ ഉപ്പാക്ക് ഈ അവസ്ഥ ഉണ്ടാവേണ്ടത് വന്നത് അള്ളാഹുവിന്റെ രേഖയിലുള്ളതാണ്. അതാർക്കും തടുക്കാൻ കഴിയില്ല എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എനിക്ക് എന്തിനു തന്നു എന്ന് ചിന്തിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് ചിലപ്പോൾ മോശപ്പെട്ട ആളുകളാണെങ്കിൽ ആ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം ശിക്ഷകൾ അയച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-അൻആമിൽ എന്നിട്ട് പറയാണ്. എന്നാൽ ആളുകൾക്ക് പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ അല്ലാഹു ചൊരിഞ്ഞപ്പോഴും വലാകിൻ ഖസത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സ് കടുത്തുപോയി, അല്ലാഹുവിലേക്ക് തിരിച്ചു വരികയല്ല ചെയ്ത്. ചില ആളുകളെ പരീക്ഷിച്ചാൽ മനസ്സ് കടുത്ത ആളുകൾ എന്താ ചെയ്യാറുള്ളത്? അല്ലാഹുവിലേക്ക് തിരിച്ചു വരുന്നതിന് പകരം മദ്യത്തിലേക്ക് പോകും, ലഹരിയിലേക്ക് പോകും അല്ലെ? ജീവിതത്തിന്റെ ലക്ഷ്യം അലക്ഷ്യമാക്കി മാറ്റും. മനസ്സ് മുഴുവനും കടുത്തു പോകും ചില ആളുകൾക്ക്. അതല്ല പറയാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞറിയോ, ഇത്തരം കടുപ്പപ്പെട്ട ഒരുപാട് മനസ്സിലേക്ക് മാറിയിട്ടും അല്ലാഹുവിലേക്ക് തിരിച്ചു വരാതിരുന്നിട്ടും അവന്റെ എല്ലാ തോന്നിവാസങ്ങളിലും അവൻ മുഴുകിയിട്ടും അല്ലെങ്കിൽ അവൾ മുഴുകിയിട്ടും നിരന്തരം വീട്ടിലും കുടുംബങ്ങളിലും വ്യക്തികളിലും അല്ലാഹു നിരന്തരം പരീക്ഷണങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടും അതിന്റെ കാരണങ്ങൾ തന്റെ കുറ്റമാണെന്നോ തന്റെ പോരായ്മയാണെന്നോ വിലയിരുത്താതെ അല്ലാഹു പറയുന്നു, വസയ്യന ലഹുമുശ് ശൈത്വാൻ മാ കാനൂ യഅ്മലൂൻ. എന്ത് തോന്നിവാസം ചെയ്താലും ഇത്തരം ആളുകൾ അത് അലങ്കരിച്ച് സംസാരിക്കും. അതിന്റെ കാരണക്കാരൻ ചെകുത്താൻ അവനെ പ്രേരിപ്പിക്കും. നീ ആ ചെയ്തതാണ് ശരി, നീ അങ്ങനെയാണ് പറയേണ്ടത്. ഏതല്ലാന്നാ ചോദിക്കേണ്ടത്? എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ഒക്കെ നിരന്തരം വേട്ടയാടുന്നവനാണോ അല്ലാ എന്നൊക്കെ ചോദിപ്പിക്കും. അപ്പൊ ആ ചോദ്യത്തിനും ആ മലയാളത്തിനും ആ ഭാഷക്കുമൊക്കെ സൗന്ദര്യമുണ്ടെന്ന് അവനെ തോന്നിപ്പിക്കും ചെകുത്താൻ. അവൻ അറിഞ്ഞില്ല ഞാൻ ഇവിടെ ജനിക്കപ്പെട്ടിരിക്കുന്നത്
ഇവിടുത്തെ സുഖദുഃഖങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടും അള്ളാഹുവിന്റെ ആ ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് പോകുവാൻ വേണ്ടിയാണ് എന്നല്ല പറഞ്ഞു കേട്ടുള്ളൂ. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി, ഏതൊരു പോരായ്മകളിലാണോ ഏതൊരു തിന്മകളിലാണോ ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചത്. ഇപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനാണ് ഓരോ വ്യക്തിയെയും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം, അല്ലെ? ചില പ്രയാസങ്ങൾ നമ്മളുടെ നേരെ വല്ലാത്ത ശക്തമായ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഞാൻ ആ ചെയ്തു വെച്ചതിന്റെ ഫലമാണിത് എന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കും. ആരോടും പങ്കുവെക്കില്ല. അത് പടച്ചവനും നിങ്ങളും മാത്രമേ അറിയുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഇന്ന കാരണത്താലാണ് ഇന്നത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നാം അത് ശിക്ഷ അവർക്ക് നൽകിയാലും ഫലമ്മാൻ നസൂ മാ ദുഃഖിറൂ ബിഹി, അല്ലാഹു ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യം അവർ വീണ്ടും മറക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ഇനി എന്താ ചെയ്യുക? അതാ ഞാൻ അറിയേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആട്ടോ. ഇപ്പൊ സാധാരണ നമ്മള് തിന്മയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നന്മയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അള്ളാഹു നമ്മളുടെ നേരെ പരീക്ഷണങ്ങൾ അയച്ചു. ആ പരീക്ഷണങ്ങളിലും നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു വരാതെ വീണ്ടും മനസ്സ് കടുക്കുകയാണ്, വീണ്ടും നമ്മൾ അള്ളാഹുവിനെതിരിൽ പ്രവർത്തിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യം അള്ളാഹു കേടുവന്ന മനസ്സിനെ നന്നാകാൻ അവസരം കൊടുത്തുകൊണ്ട് ചില പരീക്ഷണങ്ങളിലൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതും സ്വീകരിക്കാതെ വരുമ്പോൾ അള്ളാഹു പറയുന്നത് കേട്ടോളി. നമ്മളാണ് എന്താ ചെയ്യുക? എന്നാ ഓനക്ക് നീക്കാൻ കഴിയാത്ത കോലത്തിലുള്ളൊരു പരീക്ഷണമാണ് കൊടുക്കുക. അങ്ങനല്ല വിചാരിക്കുക? അങ്ങനല്ല അല്ല വിചാരിക്കുക. അല്ല വിചാരിക്കുക എന്താ അറിയോ? കേട്ടോളി. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, ഫതഹ്നാ അലൈഹിം, ആ തമ്മാടികളായ ആ സമൂഹത്തിന്റെ നേരെ, ആ വ്യക്തിക്ക് നേരെ, ആ കുടുംബത്തിന്റെ നേരെ പടച്ച തമ്പുരാൻ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്ട് വർഷിപ്പിക്കും. എല്ലാ റഹ്മത്തിന്റെ ബാബും കവാടങ്ങളും ആകാശത്തിന്റെ റഹ്മത്തല്ല, ആകാശത്തിലുള്ള മുഴുവൻ റഹ്മത്തായിട്ടല്ല ഇറക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും അവനനുഗ്രഹങ്ങളായി തോന്നുന്ന എല്ലാം, ഒരു തോന്നിയാസിയാണെങ്കിൽ തോന്നിയാസി ചെയ്യാനുള്ള എല്ലാ അവസരവും, അതിന് പറ്റാവുന്ന എല്ലാ യോഗ്യതയും അവൻ കണ്ടു കൊടുക്കും. അത് കള്ളുടിക്കുന്നവനാണെങ്കിൽ അതിന് പറ്റിയ എല്ലാ അവസരങ്ങളും എല്ലാത്തിന്റെ വാതിലും അവർ തുറന്നു കൊടുക്കും. വ്യഭിചരിക്കുന്നവരാണെങ്കിൽ എത്ര വേണമെങ്കിലും അത് ആ നിലക്കണ്ടുള്ള വാതിലുകൾ തുറന്നു കൊടുക്കും. നേരക്കാകാൻ തയ്യാറില്ലെങ്കിൽ അല്ല പിന്നെ തുറക്കണ പരിപാടി അതാ. നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മളാണെങ്കിൽ സാറിന് പണിഷ് എങ്ങനെയാണോ? നമ്മളെ പീടിയെന്നൊരു പണിക്കാരൻ പൈസ ഇട്ട് നമ്മളെന്ത് ചെയ്യും? ഓൻ നന്നായിക്കോട്ടെ വെച്ചിട്ട് ഓനക്ക് കേൾക്കാൻ അവസരം കൊടുത്തു. പിന്നെ ഓൻ നന്നാകുമല്ലോ, എന്തായത് മനസ്സ് കടുത്തു. എന്നിട്ടോ നമ്മൾ പറയോ എന്നാ ഇനിയിപ്പോ കെടുക്കാറുള്ളോ കെടുക്കട്ടെ, പീടി അവിടെ തുറന്നു വെച്ചു കൊടുത്തേക്കാം എന്ന് പറയും നിങ്ങൾ? ഇല്ലല്ലോ. ഇല്ല. അള്ളാന്റെ ശിക്ഷ എങ്ങനെയാണ്? ഈ ശിക്ഷ അനുഭവിക്കുമെങ്കിലും തിരിച്ചറിയണം. ഒരുപാട് തിന്മകളും പോരായ്മകളും ഒരുപാട് വൃത്തികേടുകളും ഒക്കെയായി നടന്നിട്ടും അള്ളാഹുലേക്ക് നീ തിരിച്ചു വരാതെ നിന്നപ്പോൾ അള്ളാഹു നിന്റെ കച്ചവടത്തിൽ, നിന്റെ വ്യവസായത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹം ചൊരിയുമ്പോൾ നീ ചിന്തിക്കുക, ഇതും അടുത്ത ശിക്ഷയാണോ, ഇതും അടുത്ത പരീക്ഷണമാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് റബ്ബി അക്രമൻ, എന്റെ റബ്ബിനെ ബഹുമാനിച്ചിരിക്കുന്നല്ല പറഞ്ഞത് കേട്ടോ. ചിലവർ തൊട്ട് പൈസാവും. എന്റെ റബ്ബെ, അതില്ലാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ ഓരോരുത്തരെ ഹൈപ്പർമാളിന്റെയും സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ ഉള്ളിൽ ഇങ്ങനെ നടന്നിട്ട് എന്താണ് പഠിച്ചോനെ ഇതെല്ലാം കൂടി ഇച്ചങ്ങായിക്കാ കൊടുത്തത് തോന്നൂലേ? എന്ത് കൊടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്? കൊടുത്തപ്പോ മേൽക്കുമേൽ അങ്ങോട്ട് കൊടുത്തിരിക്കുക. അമ്മക്കാണെങ്കിലോ ചെറ്റ പൊരന്റെ മുകളിൽ ഓല മേയാൻ പൈസയില്ല. മറ്റോൻ എല്ലാ വാതിലും സ്വർണ്ണാക്കുന്ന തിരക്കില അല്ലേ? അപ്പൊ എന്തൊക്കെ തോന്നുക? അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞ് തമ്മാടിത്തങ്ങൾ കൂട്ടി നിങ്ങളെ ഭാഗത്ത് വന്നു. അത് തിരുത്താൻ വേണ്ടി പരീക്ഷണങ്ങൾ റബ്ബ് തന്നു. എന്നിട്ടും തിരുത്താത്തവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? ദുനിയാവിന്റെ കവാടം അങ്ങോട്ട് തുറന്നു കൊടുക്കും. എടാ നല്ലോണം ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് പറയാം ഹത്തായിദാ ഫരിഹു, ആ കിട്ടിയതിൽ മൂപ്പരിങ്ങനെ സന്തോഷഭരിതനായി നിൽക്കുക. പിന്നെ കിട്ടിയാല് ഇപ്പൊ ഒന്നും വേണ്ട, വെറുതെ നടന്ന ഒരു കുട്ടിക്ക് ഒരു ജോലി കിട്ടിയാൽ മതി. റബ്ബേ, പിന്നെ അവന്റെ മുഖത്തിന്റെ രൂപം മാറും, പിന്നെ നടത്തത്തിന്റെ രൂപം മാറും, ആദ്യത്തെ ശമ്പളം കിട്ടിയ സംസാരത്തിന്റെ രീതി മാറും, ഒരു കൊല്ലം ശമ്പളം വാങ്ങിയാൽ പിന്നെയും മാറും, 2-3 കൊല്ലം ശമ്പളം വാങ്ങിയാൽ പിന്നെയും മാറും, പിന്നെ അവൻ മാറിക്കൊണ്ടേയിരിക്കും. അവസാനം അവനെ കമ്പിന്ന് പിരിച്ചിട്ടപ്പോഴോ
അപ്പൊ മൂപ്പര് വീണ്ടും വന്നു പള്ളിക്കൽക്ക്. അല്ലേ? നിങ്ങൾ നോക്കേണ്ടി നിങ്ങൾക്ക് കിട്ടിയതാവട്ടെ, അല്ലെ നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് കിട്ടുന്നതാവട്ടെ, നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഒരു ഫരിഹു ആഹ്ലാദഭരിതരാകും. അതാ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ആഹ്ലാദഭരിതരാകുമ്പോൾ അള്ളാഹ്ക്ക് അടുത്തൊരു പണിയുണ്ട്. അതെന്താ അറിയോ? ഫരിഹു ബിമാ ഊതു, നൽകപ്പെട്ടതിൽ ഭയങ്കര ആഹ്ലാദഭരിതരാകുമ്പോൾ അല്ലാഹു അഖദ്നാഹും ബഗ്തതൻ, അവൻ വിചാരിക്കാത്ത ഒരുപാട് ഹിമാലയത്തോളം മോഹവുമായി പറന്നകലുമ്പോൾ അവന്റെ വിമാനം അതാ അല്ലാഹു പെട്ടെന്ന് പിടിച്ചിടുന്നു, തകർന്നുപോയി. ഓന്റെ സ്വപ്നങ്ങൾ അല്ലാഹു മുഴുവൻ ഒന്നിച്ച് പെട്ടെന്ന് തകർക്കുന്നു. ഒരുപക്ഷെ മരണത്തിലൂടെയാവാം, കുറച്ചു ദിവസം അവന്റെ വീടിനെ സ്വപ്നം കണ്ടിവിടെ കെടുത്തിയിട്ടാവാം, അല്ലെങ്കിൽ കുറച്ചു ദിവസം താൻ താലോലിച്ച് പോറ്റി വളർത്തിയ മക്കളുടെ മുഖം കാണിച്ചു കൊടുത്തുകൊണ്ടാവാം, അവരുടെ മനസ്സിന്റെ വെറുപ്പും വിദ്വേഷവും അവരുടെ സംസാരവും കേൾപ്പിച്ചുകൊണ്ടാവാം. ബാപ്പങ്ങനെ തളർന്നു കിടക്കുന്നു, കോടികളുടെ ആസ്തിയുള്ള ഉടമസ്ഥനാണ്. മക്കൾ പിറുപിറുക്കുന്നത് കേൾക്കുന്നുണ്ട്, മറുപടി പറയാൻ കഴിയുന്നില്ല. മക്കളുടെ മുഖം അവൻ കാണുന്നുണ്ട്, അതിനൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യമാണ് കേട്ടോ. നല്ലോണം അറിഞ്ഞ് മനസ്സിലാക്കി കൽബിൽ ഒതുക്കി വെച്ചോളി കേട്ടോ. വല്ലാണ്ടങ്ങൾ ആഹ്ലാദ പുളകിതരാകുമ്പോൾ അള്ളാഹിന്റെ മാർഗത്തിൽ മത്സരിക്കാതെ ദീനിന്റെ കാര്യത്തിൽ മത്സരിച്ചോടി നടന്ന് നിങ്ങൾ ഇപ്പോഴൊന്നും ഞാൻ പോകില്ല, അതിനു മാത്രം ആരോഗ്യം എനിക്കുണ്ട്, അതിനു മാത്രം സമ്പത്ത് എനിക്കുണ്ട്, എവിടെ വേണമെങ്കിലും ചികിത്സിക്കുവാനുള്ള കഴിവും യോഗ്യതയും ത്രാണിയും സ്ഥാനമാനങ്ങളും എനിക്കുണ്ട്, നീ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ പടച്ച തമ്പുരാന്റെ പിടുത്തം അതൊന്നല്ല. ആദ്യൊരു പിടുത്തം പിടിച്ചു നോക്കി നന്നാവിച്ചിട്ട് അല്ലേ, നന്നായില്ല, വിട്ടുകൊടുത്തല്ല. പിന്നെ അതെല്ലാം കൂടി സുഖമായിട്ട് ഇങ്ങനെ വന്ന് ചിലവരില്ലേ, കുറെ കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തു, ഒരു ഹൈറും ഉണ്ടായില്ല, അവസാനപ്പോ ഒരു 3-4 കൊല്ലായിട്ട് അവിടെ സ്ഥലം വാങ്ങി ഇപ്പൊ അവിടെ പോരതാ പകുതിയിലായപ്പോ മയ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. കണ്ടിട്ടില്ല നിങ്ങള്? ഇതൊക്കെ അള്ളാന്റെ ഒരു പണിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന നമ്മളൊക്കെ വിചാരിച്ച അറിയോ, നമ്മളിവിടെ ഉണ്ടാകാനെ കൊണ്ട് ആ ഗൾഫ് തന്നെ കൊടുക്കുന്ന ഓരോരുത്തരും വിചാരം, പ്ലെയിനിൽ കയറുന്നവരൊക്കെ വിചാരം ഇത് ഞാൻ പോണതിനെ കൊണ്ടാണ് ഖത്തർ അടക്കുന്നത്, ഞാൻ പോണതിനെ കൊണ്ട് UAE അടക്കുന്നതിലൊക്കെ അഭ്യം നടക്കുന്നത്. ഇവിടെ ഇല്ലെങ്കിലും ഈ ദുനിയാവ് ഇവിടെ ഉണ്ടാവും. നമ്മളെപ്പോലത്തെ കോടാനുകൂടി ആൾക്കാർ ഇവിടുന്ന് പോയി, ഇപ്പോഴും ദുനിയാവ് ഇവിടെ ഉണ്ട് കേട്ടോ. ആ ദുനിയാവും വെച്ച് ഇപ്പോഴും മത്സരിക്കുന്ന അവരിൽ നിന്ന് വല്ല പാടും പഠിച്ചോ? ഇല്ല. ഉണ്ടോ? എത്ര സുഖലോലുപന്മാരായ ആളുകളാണ് ഇവിടെ ജീവിച്ച് മരിച്ചത് കൂട്ടരെ. ഓലെന്തെങ്കിലും കൊണ്ടോയോ? ഇവിടുന്ന് ഒരംശം പറിച്ചു കൊണ്ടോയോ എസ്റ്റേറ്റിന്റെ? പക്ഷെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാവുമ്പോഴേക്കും മനുഷ്യന്മാർക്ക് ഭയങ്കര പ്രയാസ. ഓൽക്കൊക്കെ ഉണ്ട്, നമുക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ നോക്കേണ്ടി എല്ലാവർക്കും ഇല്ല, നിങ്ങൾക്കൊരു പ്രയാസമില്ല. ഈ ഹർത്താൽ പോലെ വാപ്പ മരിച്ചിട്ട് പീടിയ കൂട്ടിയ മോൻക്ക് ഭയങ്കര സങ്കടമാണ്. ഇന്നത്തെ കച്ചവടം മുഴുവൻ ഓൽ കിട്ടി. നേരെ മറിച്ച് ഹർത്താലാണെങ്കിലോ ആരും തുറന്നില്ലല്ലോ. മൂപ്പര് എല്ലാം ദോശ, അന്ന് മൂപ്പര് നല്ല സുഖമായിട്ട് പല സാധനം വാങ്ങി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തിന്നല്ലോ തുടങ്ങും അല്ലെ. ഭയങ്കര സന്തോഷം. തലേന്നേ തുടങ്ങും ഹർത്താലിന്റെ അന്ന് പീടിയക്കാർക്ക് സന്തോഷം അല്ലെ. ഇതുപോലെ നമ്മളെ പുരയിൽ ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മൾ കറണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ സമാധാനം ഇടുന്ന കാണില്ല. നമ്മളെ പുരയിലെ കറണ്ട് പോയാൽ നമ്മൾ സമാധാനം കാണില്ല. അടുത്ത പുരയിൽ കറണ്ട് ഉണ്ടോ നോക്കും. ഓരോടി ഇല്ലെങ്കിൽ ഓരോടി ഇല്ല, എന്നാ പിന്നെ സമാധാനമായി. ഓരോടുണ്ടായിട്ട് നമ്മളോടില്ലാണ്ടായാൽ ഞമ്മക്ക് പൊരിയാൻ തുടങ്ങും. മത്സരത്തിന്റെ ഒരു രൂപ പറഞ്ഞു, അത്ര മത്സരമാണ് നമുക്കിവിടെ. ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി ബോണ്ടാണ്, അതൊന്ന് കട്ടായി പോയാൽ അതിൽ പോലും മത്സരമാണ് നമുക്ക് അല്ലെ. അത്ര മത്സരമുള്ള നമ്മളെ ഈ ദുനിയാവിനെ പറ്റി ഒന്നും പഠിച്ചില്ല. പടച്ച തമ്പുരാൻ പറയുന്നു, ആ അവസ്ഥയിൽ നമ്മൾ ജീവിച്ചാൽ ലക്ഷ്യമില്ലാതെ മൃഗത്തെപ്പോലെ ഖുർആനുമായി ബന്ധമില്ല, ഇസ്ലാമുമായി ബന്ധമില്ല, അള്ളാഹുവിന്റെ നിയമങ്ങളുമായി ബന്ധമില്ല, അതോടൊപ്പം അള്ളാഹുവിന്റെ വിലക്കുകളുമായി നിരന്തര ബന്ധം പുലർത്തുകയും ചെയ്യുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോ, അള്ളാഹു പെട്ടെന്ന് പിടിക്കും. ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോൾ ആശയറ്റവരാവും. ഒരാശ പിന്നെ ഓൽക്കുണ്ടാവില്ല. പരലോകത്ത് ആശ ഇല്ലല്ലോ, പറ്റിയില്ലേ? ദുനിയാവിൽ ആശ കിട്ടിയോ? അതുമില്ലല്ലോ. ദുനിയാവിലിപ്പോ ഈ പറമ്പും പൊരയും ഇതൊക്കെ വാങ്ങിണ്ടാക്കി ഒരുപാട് കോടി 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 എത്രയെന്ന് പറയുന്നില്ല, അത്രയും കോടി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പോകുമ്പോ എന്താ ഉണ്ടായത്? ഒന്നുമില്ല അല്ലെ. അപ്പൊ ഇവിടെ ആഖിറത്തിനും വേണ്ടി കുറച്ച് മത്സരിച്ചിരുന്നെങ്കിലോ
അതാണ് ഖുർആൻ പറഞ്ഞത് ഫൽയതനാഫസിൽ മുത്തനാഫിസൂൻ. ആഖിറത്തിന് വേണ്ടി മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ കേട്ടോ. ദുനിയാവിന് വേണ്ടി മത്സരിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല കേട്ടോ. ഞാനൊരു സംഭവം പറയാം. നമുക്കിപ്പോ ഒരു രോഗം വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട്, ആ ലസ്ത തുസീബുക്കൽ അംറാൽ, അബൂബക്കറെ നിനക്ക് പലതരം രോഗങ്ങൾ വരാറില്ലേ? തലവേദനുണ്ട്, വല്ലുവേനുണ്ട്, മുട്ടുവേനുണ്ട്, അന്നുകൊണ്ട് ഉരവേനുണ്ട്, എല്ലാത്തരം രോഗങ്ങളും വേദനകളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടാകാറില്ലേ? പനി വരാറില്ലേ? ജലദോഷം വരാറില്ലേ? മുക്കടപ്പ് വരാറില്ലേ? അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരാറില്ലേ? ആ ലസ്ത തുസീബുക്കൽ അൽ അംറാൽ, രോഗങ്ങൾ ബാധിക്കാറില്ലേ? ബലായ റസൂലല്ലാഹ്, തീർച്ചയായും ഉണ്ടാവാറുണ്ട് റസൂലെ, രോഗം വരാറുണ്ട്. ഫദാലിക മിമ്മാ തുജ്സൗനൽ ഖതായ, അത് നന്നിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പാപങ്ങൾക്കുള്ള പ്രതിഫലമാണ്. അത് ഇവിടെ നിന്നാണ് കഴിഞ്ഞുപോയി. വന്ന ചെറിയ ചെറിയ ഒരു രോഗം അങ്ങനെ വരുമ്പോ കുറച്ച് അങ്ങനെ അതാ ചിന്തിക്കേണ്ടത്. ഇത് അസ്വസ്ഥരാവരുത്. പകരം ഒരു രോഗമുണ്ട്, എന്റെ എന്തൊക്കെയോ പാപങ്ങൾ അള്ളാഹു അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം എനിക്ക് രോഗം തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശം കൊടുക്കുന്നത്. മനസ്സിലായോ? നമുക്ക് അപ്പം നമ്മളെ പരീക്ഷിക്കുന്നതിനാണ് ഒന്ന് നമ്മൾ തിരിച്ചു വരാൻ, മറ്റൊന്ന് നമ്മളെ പാപങ്ങൾ പുറത്തു കിട്ടാൻ. ഏത് നല്ല മനുഷ്യന്മാർക്കും കുറെ പാപങ്ങൾ ഉണ്ടാവും അല്ലേ? കുറെ നന്മയുള്ള ആളുകളിലും ഉണ്ടാവും ഒരുപാട് തിന്മകൾ. അപ്പൊ അത് പുറത്തു കിട്ടാനും അള്ളാഹു രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാരണം അള്ളാഹു പറഞ്ഞ് പരീക്ഷിക്കുന്നതിനാ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. അള്ളാഹുവിൽ നിന്ന് സമ്പൂർണമായും മാറി നിൽക്കുന്ന, ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് ഹുമൂമുണ്ടാവും, ദുഃഖം. അവർക്ക് താങ്ങാൻ കഴിയൂല. എവിടെയും വെച്ച് കെട്ടാൻ ഒരു അത്താണിയില്ലാത്തവരാണ് അവർ പെട്ടെന്ന് മാനസിക രോഗികളാകും. അവർ പെട്ടെന്ന് മദ്യത്തിന്, ലഹരിക്ക് അവരടിമകളാകും. അവർ യഥാർത്ഥത്തിൽ ഒരു അത്താണിയുമില്ലാത്ത വിഭാഗം ആളുകളാണ്. അള്ളാഹു പറയുന്നു, അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാവട്ടെ, കുടുംബാവട്ടെ, സമൂഹമാവട്ടെ, അവർക്ക് അള്ളാഹു എപ്പോഴും ദുഃഖിക്കാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഖുർആൻ സൂറത്ത് ത്വാഹ തന്നുകൊണ്ടേയിരിക്കും, ഒഴിവാക്കൂല. ഒരുപാട് പ്രയാസങ്ങൾ ഒന്നിനൊന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ കാരണം? അള്ളാന്റെ ദീനായിട്ടൊരു ബന്ധവുമില്ല. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കേണ്ടി. നിങ്ങളൊക്കെ വീട്ടിലും കുടുംബത്തിലും ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്നേക്കാൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ ആയത്തുമായി ഒരു ടോർച്ച് അടിച്ചാൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിക്കേണ്ട, ഒന്ന് നിങ്ങളെ കൽബിലേക്ക് അടിച്ചാലേ. നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നു, എന്തായിരുന്നു കാരണം? അപ്പൊ അള്ളാഹ് പറഞ്ഞെന്താ? മാനസിക പ്രയാസങ്ങൾ അള്ളാഹു തരും അള്ളാഹുവിൽ നിന്ന് അകലുമ്പോൾ. ഒമൻ അഅറള അൻ ദിക്രി, ഖുർആൻ അകലുക, അള്ളാഹിന്റെ നിയമത്തിന് അകലുക, അള്ളാഹിന്റെ കൽപ്പനകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ആളുകളായി മാറുമ്പോൾ അള്ളാഹു പരീക്ഷിക്കും. പിന്നൊരു പരീക്ഷണം കൂടിയുണ്ട്. അതെന്താ അറിയോ? നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ അള്ളാഹിന്റെ ദീൻ ഉൾക്കൊണ്ടു അത്രത്തോളം പരീക്ഷണത്തിന് കടുപ്പം കൂടുകയാണ്. അതെങ്ങനെ? ഇപ്പൊ ഉദാഹരണം, നമ്മള് അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കണം, അള്ളാഹിന്റെ ദീന് ജനങ്ങളോട് പറയും വേണം. നിങ്ങൾക്ക് പരീക്ഷണം വരുമോ? ഇത് രണ്ടും ഉൾക്കൊണ്ടാല് നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടാവില്ലേ? അപ്പൊ പരീക്ഷണം വന്നില്ലേ? അപ്പൊ കുടുംബം പോയില്ലേ? പറഞ്ഞതിന്റെ പേരിൽ പോയില്ലേ? കാര്യം മനസ്സിലായില്ല. നിങ്ങളെ പുരയില് നിങ്ങളെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു, അവിടെ കുറെ മുസ്ലിയാക്കന്മാർ കുത്തുന്ന ഓതുന്നുണ്ട്. ഇത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ നിങ്ങൾ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ, അള്ളാന്റെ റസൂല് തിങ്കളാഴ്ച മരിച്ചിട്ട് ബുധനാഴ്ചയാണ് മയ്യത്ത് മറമാടിയത്, അതിനിടയിൽ ആരും അവിടെ ഖുർആൻ ഓതിയിട്ടില്ല, ആരെങ്കിലും ഓതിയിട്ടുണ്ടെന്ന് ഒരു ദുർബലമായ ഹദീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചാൽ ഇവിടുന്ന് ഓതാം, എന്റെ കുടുംബത്തിന് ഓതാം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ കുടുംബത്തിൽ നിങ്ങൾക്ക് ഔട്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് പറയാണ്ടക്കും. അപ്പൊ ദീന് പോയില്ലേ? ഉമർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം അല്ലേ? വൻഹാനിൽ മുങ്കർ, തിന്മ വിരോധിക്കണം. അത് അള്ളാഹിന്റെ ദീനിന്റെ മാർഗമാണ്. അല്ലാതെ ഞാൻ നിസ്കരിക്കും. ചില ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പ് വെക്കലുണ്ട്, ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, ഞാൻ ജുമാക്ക് പോക്കുണ്ട്, അവൽ സഫ് പോയിരിക്കേണ്ട, വരാത്തോല കാര്യം പോകാത്തോല കാര്യമൊന്നും ഞാൻ പറയില്ല, എന്റെ സ്വന്തം കാര്യമാണ്. ഓ മുസ്ലിമാണോ? അല്ല. ഓൻ അള്ളാഹിന്റെ കൽപ്പന ധിക്കരിച്ചവനാണ്. എന്താ ധിക്കരിച്ചത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഒരു വിശ്വാസിയുടെ വിട്ടുമാറാത്ത ഗുണമായിരിക്കണം. അപ്പൊ ദീനിൽ നമ്മൾ നല്ല ദീൻ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് റസൂൽ പറയാ, യുബ്തലന്നാസു അലാ ഖദ്രി ദീനി. ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്നത് അലാ ഖദ്രി ദീനിഹി, ദീനിന്റെ എടുത്തതിന്റെ റേഷ്യോ അനുസരിച്ചാണ്. എത്ര എടുത്തോ അത്ര പരീക്ഷിക്കും.
എത്ര ദീൻ കുറയുന്നുവോ അത്ര പരീക്ഷണം കുറയ്ക്കും. ദീൻ കൂടിയാൽ കൂട്ടും. അതാണ് ഫമൻ സഖുല ദീനുഹു ഇഷ്തദ്ദ ബലാഉഹു. ഒരാളുടെ മതബോധം അയാൾ എത്രത്തോളം ശക്തമാകുന്നുവോ അത്രത്തോളം പരീക്ഷണവും ശക്തമാകും. എല്ലായിടങ്ങളിൽ നിന്നും ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, ഭർത്താവ് ഇസ്ലാമികമായി ജീവിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല. ചില ഭർത്താക്കന്മാർക്ക് ദീനിന്റെ ബോധം കിട്ടും, ഓക്കൊന്നും കിട്ടിയില്ല. ഓളേതൊരു ഹാലിൽ ജീവിച്ചു, അങ്ങനെ വളർന്നു, ഒരു മൈല് പോലെ നടക്കുകയാണ് അല്ലേ. അപ്പോ അവളുടെ എതിർപ്പില്ലാണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ താടി വെച്ച ഓള് പറയും, കണ്ട 55-60 വയസ്സ് തോന്നും, നിങ്ങളെ കൂടെ ഞാനില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാ പിന്നെ ഞാൻ വരണ്ടിയിട്ട് വരാം, അതാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ. ഉണ്ടാ പോയതല്ലേ. ഇപ്പൊ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പരീക്ഷണം വന്നു. ഒന്നില്ലേ, നമസ്കാരം ഓള് നിസ്കരിക്കില്ല, നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പോ ചില പെണ്ണുങ്ങൾ പറയും, എനിക്ക് ഏത് സമയത്തും നിസ്കരിക്കേണ്ടതില്ല എന്നാ നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ. കാരണം മനസ്സിലായില്ല, ഓർക്ക് കാരണമുണ്ട് അറിയും. അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ 24 മണിക്കൂർ കാരണമായിട്ട് നടക്കുക ഉണ്ടോ. അപ്പൊ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. കുടുംബത്തിലൊന്നും ചെയ്തു നോക്കണം. അപ്പൊ ഇതിലൊക്കെ നമ്മളിപ്പോ എന്താ അറിയോ, മിണ്ടലില്ല. മുമ്പ് മാസം കണ്ടതിനെ പറ്റി പറഞ്ഞില്ലേ, സുബറോളം പട്ടത് കണ്ടാൽ ഞാൻ പറയില്ല, അറിഞ്ഞില്ലേ, ആ ക്വാളിറ്റി കുത്തിരിക്കുക ചിലവര്. ഒന്നും പറയില്ല. പരീക്ഷണം വരണ്ട. അപ്പൊ ദീനില്ല. ദീന് വരും. നിങ്ങൾ എന്ത് പരീക്ഷണം, ഇത് അള്ളാന്റെ ദീനൊന്ന് പറഞ്ഞു നോക്കി, ആർക്കും ഇഷ്ടപ്പെടൂല. ഇങ്ങനെയാണ് ദീന് നിങ്ങളെ മക്കളോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, മക്കൾ നിങ്ങളെ ശത്രുവും. നിങ്ങളെ ഭാര്യനോട് പറഞ്ഞു നോക്കി ഇതാണ് ദീന്, ഓൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഓല് പോകുന്ന ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിലൂടെ അവർ പോവുള്ളൂ. ശരി. അപ്പൊ ഉപ്പ പറഞ്ഞതോ ഉമ്മ പറഞ്ഞോ, വേണമെങ്കിൽ ഉപ്പാക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ മതി, തയ്യാറാവും. അത് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. നിങ്ങൾക്ക് എന്ത് വിവരമുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്താക്കുന്നത്, വെറും ചിറിയിലൊതുക്കി അല്ലെ. ഇപ്പൊ പ്രത്യേകിച്ച് നല്ല സുഖ, ആര് ചിരിച്ചാലും വാട്സപ്പിൽ ചിറിയുണ്ട്, അത് അയച്ചാൽ മതി. ഓ മുഖം കാണുമല്ലോ എന്റെ, വിളിച്ചതാണോ ചിരിച്ചതാണോ എന്ന് അറിയില്ലോ ആ കോലത്തില് അല്ലെ. അപ്പോ വല്ലാത്തൊരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, വമൻ ലൗഫ ദീനുഹു, ഒരാളെ എത്രമാത്രം ഇസ്ലാം സ്വീകരിക്കുന്നത് ദുർബലമാകുന്നുവോ ഒരാൾക്ക്, ലൗഫ ബലാവുഹു, അതിന്റെ പരീക്ഷണം ദുർബലാവും. അങ്ങനെ നിങ്ങൾ പരീക്ഷണം കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി, ദീൻ കുറച്ചാൽ മതി. അപ്പൊ പരീക്ഷണം കുറയും കേട്ടോ. ദീൻ കൂട്ടിയാൽ പരീക്ഷണം വരും. ദീൻ കൂട്ടിയാൽ സ്വർഗം കിട്ടും, പരീക്ഷണം കുറഞ്ഞാൽ നരകം കിട്ടും. ഒയിന്ന റജുല യുസീബുൽ ബലാ, ഒരു മനുഷ്യന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, എന്നിട്ട് ഹത്താ യംശിയ ഫിന്നാസ്, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കൂടെ നടന്നു പോകും. ആ പരീക്ഷണങ്ങളൊന്നും അയാൾ ആ ജനങ്ങളോട് പങ്കുവെക്കാതെ നടന്നു പോകും. ആ മനുഷ്യൻ വമാ അലൈഹി ഖത്തിഅ, അവന്റെ മയ്യത്ത് കഫൻ തുണിയിലേക്ക് വെക്കുമ്പം അവന്റെ കയ്യിൽ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കിയിട്ടാണ് ആ മയ്യത്ത് കഫൻ തുണിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ പരീക്ഷണങ്ങൾ എത്ര വന്നാലും പാപങ്ങൾ പൊറുക്കപ്പെടും വിധമുള്ള പരീക്ഷണങ്ങൾ നൽകി ഒരു പാപവുമില്ലാത്ത വിധം കഫൻ തുണിയിലേക്ക് മാറാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസികും സാനിയായ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു കുഞ്ഞുമായി ഒരു ഉമ്മ വന്നു. ഉമ്മ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലഹ, റസൂലേ, എന്റെ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കുട്ടിക്ക് ഒരു രോഗമുണ്ട് റസൂലേ, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഉദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം ഈ കുഞ്ഞിനു വേണ്ടി, അവന്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാരണം? ലഖദ് ദഫൻതു സലാസ ഖബ്ല, ഈ കുഞ്ഞിന് മുമ്പ് 3 മക്കളെ ഇതേ രോഗം ബാധിച്ചിട്ട് അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരു കുട്ടിയെ എനിക്ക് നൽകാൻ വേണ്ടി, അവന്റെ രോഗം മാറാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ഉമ്മാന്റെ ഒരു ആഗ്രഹമായിരിക്കില്ല, 3 മക്കളെയും പുറത്തയച്ചിട്ടോ ഒന്ന് ഉള്ളത്, അതിനും അതേ രോഗം വരുമ്പോ എങ്ങനെ ഉണ്ടാവും? വല്ലാത്ത പ്രയാസം ഉണ്ടാവും, വല്ലാത്ത പരീക്ഷണം അനുഭവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ ദഫൻതി സലാസ,
മൂന്ന് കുഞ്ഞുങ്ങളെ നീ മറമാടിയോ, കൊടുത്തയച്ചോ? മറമാടാൻ ഞാൻ അതേ റസൂലെ കൊടുത്തയച്ചു. എന്നാൽ നിനക്ക് നരകത്തിൽ നിന്നുള്ള ഒരു തടസ്സം ആ മക്കൾ മുഖേന ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രക്ഷിതാക്കൾക്ക് അതാർക്കേ കിട്ടുള്ളൂ? നരകത്തിൽ നിന്നുള്ളൊരു തടസ്സം മക്കളുടെ മരണം കൊണ്ട്. ആ മക്കളുടെ മരണം കൊണ്ട് നമ്മൾക്ക് പ്രയാസമില്ലാതെ പ്രതിഫലം പ്രതീക്ഷിച്ചെങ്കിൽ മാത്രം കിട്ടാവുന്ന ഒരു പ്രതിഫലമാണത്. മക്കൾ മരിച്ചാലും നമുക്ക് ആ നിലക്കുള്ള പ്രതിഫലം ലഭിക്കും. ഒരു കുട്ടിയുമായി എപ്പോഴും പള്ളിയിൽ വരുന്ന ഒരാളുണ്ടായിരുന്നു. ആ കുട്ടി എപ്പോഴും ഉപ്പാന്റെ കയ്യിൽ തൂങ്ങി അങ്ങനെ നടക്കുന്ന ആളാണ്, പള്ളിയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അയാളെയും കുട്ടിയെയും കാണുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, മാ ഫഅല ലി ഫുലാൻ, മൂപ്പർ ഇവിടെ പോയി? ഒരു കുട്ടിയായിട്ട് വരുന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ സഹാബത്ത് പറഞ്ഞു, മാത്ത ഇബ്നുഹു, അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരിച്ചത് നബി അറിഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആ കുഞ്ഞുമായി എപ്പോഴും ഇവിടെ പള്ളിയിൽ കാണാം. ആ കുട്ടി മരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യാ ഫുലാൻ, കൂട്ടുകാരാ, ഒരു കാര്യം നീ അറിയണം. നിന്റെ മകൻ നിന്നെപ്പോലെ വലുതായി, നിന്നെപ്പോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ അനുഭവിച്ച് മരിക്കുമ്പോൾ ആ കുട്ടിക്ക് സ്വർഗമാണോ നരകമാണോ എന്ന് ഉറപ്പില്ലാത്ത വിധം മരിക്കേണ്ടി വരുമായിരുന്നു എന്റെ കുട്ടിക്ക്. പക്ഷേ ആ കുഞ്ഞിന് അള്ളാഹു സ്വർഗം ഉറപ്പാക്കി കൊണ്ടുപോയത് കൊണ്ട് നീ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. സംശയമില്ലല്ലോ, നിന്റെ കാര്യം നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ ഉള്ള കാര്യം സംശയ. എന്റെ മുമ്പ് പോയ കുട്ടിക്ക് സ്വർഗം ഉറപ്പാ. അപ്പൊ ഏതാ നല്ലത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ കുട്ടി മരിച്ചതിന് എനിക്ക് സന്തോഷം, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് ഞാൻ. എന്റെ കുട്ടി അവിടെ ഉണ്ടാവും. എന്തിന്? വാപ്പ വരുമ്പോൾ കാക്കാൻ. ഇത് നിങ്ങൾ ഏത് ബാബിലൂടെ കടന്നാലും, മിൻ ഐന ദഖൽത, ഏത് വഴിയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാലും കവാടത്തിൽ നിന്നെ സ്വീകരിക്കാൻ നിന്റെ അരുമ മക്കൾ ഉണ്ടാവും. നേരത്തെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നീ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നീ ക്ഷമയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ ഖദറിൽ നീ തൃപ്തനാണെങ്കിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ നിന്റെ മക്കളുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുകയും അദ്ദേഹം ആ കാര്യത്തിൽ വളരെ സന്തുഷ്ടനാവുകയും ചെയ്തു എന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കുഞ്ഞു മരിച്ചപ്പോൾ അദ്ദേഹം മയ്യത്ത് മറമാടാൻ വേണ്ടി ഖബറിന്റെ അടുത്തെത്തി. ഖബർ മറമാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആ കുഞ്ഞു മരിച്ച വിവരം അറിയുന്നത് അദ്ദേഹം ഉംറക്ക് പോകുന്ന വഴിയിൽ വെച്ചായിരുന്നു. കുട്ടി മരിച്ച വിവരം അറിയുന്നത് ഉംറക്ക് പോകുന്ന വഴിയാണ്. വഴിയിൽ വെച്ചാണ് തന്റെ കുഞ്ഞു മരിച്ച വിവരം ആരറിയുന്നത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അറിയുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖബറിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്ക്. അല്ലാഹുമ്മ അബ്ദുക വബ്നു അബ്ദിക, നിന്റെ അടിമ, നിന്റെ അടിമയുടെ മകൻ. ഖദ് റുദ്ദ ഇലൈക, ആ കുഞ്ഞിനെ നീ നിന്നിലേക്ക് മടക്കിയെടുത്തിരിക്കുന്നു. പടച്ചോനെ, എന്റെ കുഞ്ഞിനെ നീ മടക്കിയെടുത്തിരിക്കുന്നു. ഫഅഫു ബി, അവനോട് നീ കനിവ് കാണിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. എന്റെ കുഞ്ഞിന് ഉർഹം, അവനോട് കരുണ കാണിക്കണം. അല്ലാഹുവേ വജാഫിൽ അർളാൻ ബദനിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് ഖബറിന്റെ ഇരു ഭിത്തികളെയും അകറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഫഫ്തഹ് റഹ്മ അബ്വാബ സമാഇ ലിറൂഹിഹി, ആകാശ ലോകത്ത് നിന്ന് കാരുണ്യത്തിന്റെ കവാടം എന്റെ കുഞ്ഞിന്റെ റൂഹിലേക്ക് നൽകണേ. വതഖബ്ബൽ ബിഖബൂലിൻ ഹസൻ, പടച്ചവനെ എന്റെ കുഞ്ഞിനെ നീ ഏറ്റവും നല്ല നിലക്ക് സ്വീകരിക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പിതാവ്. പരീക്ഷണമാണ്. മരണം ഒരു വല്ലാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, അബൂദർ അൽ ഗഫാരി അറിയാത്തവരുണ്ടാവില്ല. അബൂദർ അൽ ഗഫാരി ഗഫാർ ഗോത്രക്കാരനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, ലൗലൽ ഇസ്ലാം ലകുൻതു ഖാരിഅത്തു തരീഖ്, ഇസ്ലാം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനാകുമായിരുന്നു എന്ന് പറഞ്ഞ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നേരത്തെ പിരിഞ്ഞവരാണ്. മക്കളെ കൊണ്ട് വല്ലാണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ്. കാരണം 7 മക്കളാണ് നബിക്കുണ്ടായിരുന്നത്. 6 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരിച്ചു. നബി തന്നെ ഖബറിൽ മറാടിയത്.
ഒറ്റ ആള് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബിക്ക് ശേഷം കുറഞ്ഞ കാലം ജീവിച്ചു മരിച്ചത്. ബാക്കി മക്കളൊക്കെ നേരത്തെ പോയാലാണ്. അത് നമ്മളൊക്കെ എന്തെങ്കിലും മക്കള് മരിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കട. നേരെ മറിച്ച് സങ്കടപ്പെടേണ്ടത് വല്യാപ്പ മരിക്കുമ്പോഴാണ്. നമുക്കാണെങ്കിൽ വല്യാപ്പ മരിച്ചാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇനി അയാൾക്ക് മരുന്നും മുക്കിലിട്ട് നടക്കണ്ടല്ലോ. കഞ്ഞിയും ബാത്റൂം ആശുപത്രിയും ഇത്ര ദിവസമായി മൂപ്പരാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട വിഷമിപ്പിക്കാണ്ട പോയിനാ അല്ലേ? ഒന്ന് പറയരുത് കേട്ടോ. അയാള് പോയതല്ല, അയാൾ കുടുങ്ങിയതപ്പം ഇപ്പൊ പോയതേ. എന്താ പുറക്കാർക്കുള്ള സന്തോഷം അറിയാം. വയസ്സായ ആൾക്കാർ മരിച്ചാല് നിങ്ങൾക്കും വയസ്സാവും, സന്തോഷിക്കുന്നവർക്ക് ഇപ്പം അടുത്ത വയസ്സാവും. വലിയ ദൂരത്തല്ലല്ലോ നിങ്ങളും. ഇത് നിങ്ങളൊരു കിലോമീറ്റർ അപ്പുറത്തുണ്ട് വയസ്സിന്റെ അല്ലേ? നിങ്ങളിപ്പം ഭാര്യയും ഒക്കെ ആയിട്ട് കൂട്ടി നടക്കി ബാപ്പനെയൊക്കെ ഉമ്മനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഉണ്ടാ സുഖമായി ജീവിക്കും. വരും ഇവിടെ തന്നെ. ഈ ബാബിൽ എത്താത്തവരാരാ? ആരുണ്ടാവില്ലല്ലോ. മരണത്തിന്റെ ഗേറ്റിൽ വന്ന് മുട്ടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പൊ മുട്ടുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഏതാട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, അബൂദർ അൽ ഗഫാരി അദ്ദേഹത്തിന് ഒറ്റ മക്കളുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പറയും, ഇന്നക്ക ഇമ്രൂൻ ലാ യബ്ഖാലക വലത്, നിങ്ങളൊരു ഒറ്റ കുട്ടിയും ബാക്കിയാകാത്തൊരു കുട്ടികളില്ലാത്തൊരു ഹതഭാഗ്യനാണല്ലേ എന്ന് അബൂദർ. അങ്ങനെ ചില ആൾക്കാർക്ക് വേദനിപ്പിക്കുന്ന ചില ആൾക്കാരാണ്. നിങ്ങൾ ഇപ്പൊ കച്ചവടമൊന്നുമില്ലല്ലേ, പൊളിഞ്ഞി. അവനക്ക് ഭയങ്കര സന്തോഷം പൊളിഞ്ഞയില്. അപ്പൊ മറ്റേ പൊളിഞ്ഞി ഇനിയിപ്പം തുടങ്ങില്ലേ? ഇല്ല, തുടങ്ങാത്തല്ലേ. അത് അങ്ങനെ പല ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ മനഃശാസ്ത്രം എന്താണ്. അപ്പൊ ഒരു മനഃശാസ്ത്രം ഇല്ലാത്ത ചങ്ങായി അബൂദർ അൽ ഗഫാരിയോട് പറയാണ്, നിങ്ങൾക്ക് ഒറ്റ കുട്ടികളും ഇല്ലല്ലേ, ഒറ്റൊന്നും ബാക്കിയായില്ലല്ലേ എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അൽഹംദുലില്ലാഹ് കുല്ലു ദാലിക ഫീ കിതാബ്, സർവസ്തുതിയും അള്ളാഹുവിന്. നിന്റെ മക്കൾ എപ്പോ പോകണമെന്ന് അള്ളാഹുവിന്റെ രേഖയിലുണ്ട്. അത് ഞാൻ അള്ളാഹിനെ സ്തുതിക്കുകയാണ്. എന്റെ മക്കളൊക്കെ പോയതിന് അൽഹംദുലില്ലാഹില്ലദീ യഖുദുഹും ഫീ ദാരിൽ ഫനാ, എന്റെ കുട്ടികളെ പടച്ചോൻ കൂട്ടിക്കൊണ്ടത് നശിക്കുന്ന ദുനിയാവിൽ നിന്നാണ്. എന്നിട്ട് വയദ്ദഖിറുഹും ഫീ ദാരിൽ ബഖാ, എന്നെന്നും അവശേഷിക്കുന്ന സ്വർഗത്തോപ്പിൽ എന്റെ മക്കളെ എനിക്ക് വേണ്ടി അള്ളാഹു കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ മക്കളും ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാൻ സ്വർഗ കവാടത്തിലുണ്ടാകും. അങ്ങനെ അവസരം നൽകിയ അള്ളാഹുവേ അൽഹംദുലില്ലാഹ്. ഇതാണ് ഇസ്ലാം. പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് നമ്മളുടെ മക്കൾ മരിക്കുമ്പോൾ നമ്മളുടെ മക്കൾ മുഖേന ഇനി നമ്മൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടി മരിച്ചപ്പോ പറഞ്ഞെന്താ അറിയോ? മരിച്ചതിന്റെ കുട്ടിനെ ഇനി വളർത്താനുള്ള ബാധ്യത അള്ളാഹ്ക്കാണ്. എന്റെ കുഞ്ഞിനെ വളർത്തേണ്ട ബാധ്യത ഇനി എന്റെ അള്ളാഹ്ക്കാണുള്ളത്. അവന് ചെലവിന് നടത്തേണ്ടത് എന്റെ അള്ളാന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. ഇപ്പം ആളുകൾ മരിക്കുമ്പോ ഇനി ചെലവ് നടത്തേണ്ട അള്ളല്ലേ? ഇനി എല്ലാ ബാധ്യതയും അള്ള ഏറ്റെടുത്തില്ലേ? ആ ബാധ്യത ഏറ്റെടുക്കാൻ നമ്മളുടെ മയ്യത്ത് അതിന് തയ്യാറായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതോ ഇപ്പോഴും നിങ്ങൾ മാത്സര്യത്തിന്റെ ലോകത്ത് തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരല്പം പോലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ എങ്കിൽ ഏറ്റവും വലിയ അപകടത്തിലേക്ക് നാം നീങ്ങും എന്നോർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കേട്ടുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. എത്ര കുറവാണെങ്കിലും വരുമാനത്തിൽ ബർക്കത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മക്കളിലും നമ്മളുടെ ഭാര്യയിലും നമ്മുടെ കുടുംബാംഗങ്ങളിലും അള്ളാഹു ദീനിനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമയോടെ ജീവിക്കുവാനും അള്ളാഹു തൗഫീക്കും അനുഗ്രഹവും നൽകുമാറാകട്ടെ. എന്തെന്ത് പരീക്ഷണങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക കഷ്ടപ്പാടുകളും കടങ്ങളും ബാധ്യതകളും ഒക്കെ വന്നാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുവാനുള്ള മഹാഭാഗ്യമുള്ള സൗഭാഗ്യവാന്മാരായ മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും പോരായ്മകളും അർഹമുറാഹിമിനായ തമ്പുരാൻ അവന്റെ മഹത്തായ മഹളായ ഫയൽ കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് മുമ്പേ പടിയിറങ്ങിയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് നല്ലവരായ ഒരുപാട് ആളുകളുണ്ട്. പലരും യാത്രയായിട്ടുണ്ട്. പലരും നമ്മോട് പ്രാർത്ഥിക്കുവാൻ
അനുഗ്രഹിക്കുവാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ വസിയത്ത് പ്രകാരം മരിച്ചുപോയ എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ നമുക്ക് അള്ളാഹു കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആർക്കും ബാധ്യതയാകാത്ത വിധം ഭൂമിയിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.